പുഷ്പന്റെ കല്യാണം തീരുവല്ല ഷൂട്ടായിരുന്നോണ്ട് തീരുവ ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല. എനിക്കില്ല ഇത് ഡേറ്റ്. പ്രതീഷിന്റെ ഒക്കെ ഡേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആണോ? ഞാനോ? ആണോ? എനിക്ക് ഓർമ്മയില്ല. പവറുണ്ട്. ഏതാ ഇതോ? ഈ കോസ്റ്റ്യൂം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, കരീഷ്മ കപൂർ അല്ല, കരീഷ്മയാണ് എനിക്കിപ്പോൾ കുറേ ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ളൊരു ഡ്രസ്സാണിത്. ഇന്നലെ ഞാൻ ഷൂട്ടിന് ഇട്ടായിരുന്നു, കൊണ്ടുവന്നാണ്. ഇല്ല, ഇത് പറക്കാട്ട് ഗിഫ്റ്റ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം രജിസ്ട്രേഷൻ ആവുന്ന സമയത്ത് ഇതിൻ്റെ ഡ്രസ്സ് മേക്കോവർ ചെയ്തതായിരുന്നു. ഏതാ? രജിസ്ട്രേഷൻ്റെ ഇതില്ലേ, ഞങ്ങൾ പുഷ്പന്റെ കല്യാണത്തിന് രജിസ്ട്രേഷൻ അന്ന് വന്നപ്പോൾ ഇട്ടിരുന്ന ഒരു ടീഷർട്ടില്ലേ, അത് മേക്കോവർ ചെയ്തതായിരുന്നു. അതായത് അത് ടീഷർട്ട് മാത്രമായിട്ട് ഞാൻ കണ്ടതുപോലെ എനിക്ക് അതെന്റെ ഒരു കൂട്ടുകാരി തന്നാണ്, ഫ്രണ്ട് തന്നാണ്. മറ്റേത് കരീഷ്മ തന്നെ. അപ്പൊ രണ്ടും കൂടെ കോസ്റ്റ്യൂം ആവുന്നുണ്ട്. എനിക്കൊന്ന് ഇത് ഇട്ടിട്ടാന്ന് തോന്നുന്നു ഒരു ഷോട്ട് എടുക്കാൻ. ഹെയർ എക്സ്റ്റൻഷൻ റൂമ പെർമനന്റ് കോസ്മെറ്റിക്. അപ്പം അത് ഞാൻ എന്നടുത്ത് പറഞ്ഞു, നമ്മൾ ഈ എന്ത് ചെയ്യാനാ, ബോട്ടോക്സ് ചെയ്യാനാ, ട്രീറ്റ്മെന്റ് ചെയ്യാനാ പോയത്. അപ്പം മാം പറഞ്ഞു, റൂമ മാം പറഞ്ഞു, രേണു സുധീൻ്റെ മുടിക്ക് നല്ല അത്യാവശ്യം ഹെൽത്താണ്, നല്ല കട്ടിയുള്ള മുടി. അപ്പം നമുക്ക് കുറച്ചുകൂടെ നീളം വെച്ച മുഖം മാറും, ഫേസൊക്കെ ഒന്ന് വേറെ ഇതാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ലെങ്ത് ഹെയർ ഇഷ്ടമാണ്. അപ്പോൾ ഓൾറെഡി ഇവിടം വരെ എൻ്റെ ഒറിജിനൽ മുടി ഇവിടം വരെ ബാക്കി എക്സ്റ്റൻഷൻ ചെയ്തത്. അതും മറ്റേ ക്ലിപ്സ് ഇട്ടിട്ടുള്ളതല്ല, ഇത് LW നമുക്ക് ഇത് വെയിറ്റ് ലോസ് ആണ്. വെയിറ്റ് ഉള്ള നമ്മുടെ ഒറിജിനൽ മുടി തന്നെ, അറിയത്തേ ഇല്ല, ഒന്നും അറിയത്തില്ല, തലയിലൊന്നും ഒരു ഭാരമായിട്ടുള്ള ഒന്നും അറിയില്ല. അതുപോലെ കെയർ ചെയ്യാൻ എളുപ്പമാണ്. ഇൻവിസിബിൾ ഹെയർ എക്സ്റ്റൻഷൻ എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഫസ്റ്റ് കൊണ്ടുവന്ന റൂമയാണ് ഇത്, ഈ ഒരു എക്സ്റ്റൻഷൻ. മറ്റേ ക്ലിപ്പിംഗ് മറ്റേ സ്പ്രിങ് അല്ല, നല്ലാതെ അറിയത്തില്ല, ഇത് നമ്മുടെ ഒറിജിനൽ മുടിയായിട്ട് അറ്റാച്ച്ഡ് ആണ്. ലൈറ്റ് വെയിറ്റ് LW. അതെല്ലാം മാറ്റി. ഞാൻ കണ്ടില്ല. അതായത് കുറ്റങ്ങളെല്ലാം സമ്മതിക്കുന്നു. അതായത് ജിപ്സം ബോർഡ് ഫ്രണ്ടിൽ ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. അത് പുള്ളിയല്ലേ ചെയ്തതെങ്കിലും ചെയ്യിച്ചവരുടെ മേൽനോട്ടം വെച്ചത് പുള്ളിയായതുകൊണ്ട് എല്ലാ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് KSDC. അവർ വന്ന് അതിൻ്റെ ലീക്കെല്ലാം ചില്ലിട്ട് തന്നു. ഒരുപാട് നന്ദി. അല്ലെങ്കിൽ വെള്ളം വീണ് നമ്മൾ തെന്നി വീഴത്തില്ല, പിള്ളേരൊക്കെ ഉള്ളത്. ഒത്തിരി താങ്ക്സ്, നന്ദി. ആദ്യം അവർ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചിട്ട് പിന്നെ വന്ന് നിസ്സാരമായിട്ട് അവർ ചെയ്തു തരുന്നു. അതെന്തുകൊണ്ടായിരിക്കും? അവരുടെ തോന്നല, അവർക്ക് തോന്നിക്കാണും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിവൃത്തിയില്ല എന്നെ കൊണ്ടൊന്നും ചെയ്യേണ്ട ഒരു സമയം. നമുക്ക് പൈസ ഒക്കെ കുഴക്കുമ്പോൾ ചെയ്യണമെന്ന് തന്നെയായിരുന്നു. അപ്പം എന്തായാലും അവർ ചെയ്തു തന്നല്ലോ, അപ്പം നമ്മളൊന്നും പറയണ്ട. താങ്ക് യു സോ മച്ച്, അവർക്ക് നന്ദി. ആവോ അറിയില്ല, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ല. ആവോ അറിയില്ല. ഒരുപാട് കാലം അതെനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് പോയില്ല. ഇടയ്ക്ക് ഒന്നും പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ പോരുവായിരുന്നു. അപ്പോൾ ആ ചില്ല പപ്പ പറഞ്ഞതെല്ലാം റെഡി ആയിരുന്നു. ആണോ? പപ്പായോ? തങ്കപ്പൻ എന്നല്ല പപ്പയുടെ പേര്. കുഴപ്പമില്ല, തങ്കപ്പൻ പുള്ളിയുടെ പേര് തങ്കച്ചൻ എന്നാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ പേര് തങ്കച്ചൻ എന്നാണ്. തങ്കപ്പൻ എന്നുള്ള പേര് പറഞ്ഞാലും പപ്പായ്ക്ക് വിഷയമില്ല, എനിക്ക് വിഷയമില്ല. ഒരു പേരല്ലേ തങ്കപ്പൻ. അതാണ് പപ്പയാണ് അതിന്റെ. തീർച്ചയായിട്ടും. ഈ അച്ഛൻ വന്ന് ഈ മതിലിന്റെ ഉള്ളിലൊക്കെ കാണിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ ഇത്രത്തോളം സപ്പോർട്ടാണ് പപ്പായോ? സ്വന്തം അപ്പനല്ലാതെ നമുക്ക് ഇതിന് മാത്രം സപ്പോർട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കുടുംബക്കാർ മാത്രമല്ലേ ഉള്ളൂ. നമ്മുടെ അപ്പനല്ലേ, അപ്പന്റെ മകളല്ലേ ഞാൻ. പുള്ളി അല്ലാതെ ആരും സപ്പോർട്ട് ചെയ്യണം? അതിന്റെ കാര്യം എല്ലാത്തിനും സപ്പോർട്ടാണ്.
പിന്നെ അധികം തമാശ കളിക്കാനൊന്നും വരത്തില്ല പപ്പ. അങ്ങനത്തെ ഒരു പപ്പയാണ്. നമ്മൾ തോണ്ടാനും പിടിക്കാനും ഓടിക്കുമായിരുന്നു പണ്ടാണെങ്കിലും. ഗൗരവമാണ് ആൾ. ശരിക്കും രേണുക ആദ്യം ചോർച്ചയെ പറ്റി പറഞ്ഞപ്പോഴത്തേന് കുറെ സോഷ്യൽ മീഡിയ കുറെ ഇഷ്യൂസ് ഒക്കെ ഇങ്ങനെ കമന്റ്സ് ഒക്കെ വന്നായിരുന്നു നെഗറ്റീവായിട്ട്. അതിനുശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴാണ് ആൾക്കാർക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. എൻ്റെ ചാനലിൽ കൂടെ തന്നെ ഞാനത് കാണിക്കുകയും ചെയ്തത്. പക്ഷെ അതിനുശേഷം വൃത്തിയില്ല വീട്ടിൽ താമസിക്കുന്നവര് കിച്ചുവിനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്ന കിച്ചു എന്തെങ്കിലും പറയുന്നതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ട്? അല്ല, ഫിറോസ് പറഞ്ഞതാണ്. അതെന്തെങ്കിലും പറയട്ടെ. കിച്ചു എൻ്റെ മകൻ കിച്ചുവിൻ്റെ കാര്യം എനിക്ക് നോക്കിയാൽ മതി. കിച്ചു എന്തായാലും വീഡിയോയ്ക്ക് മുന്നേ വന്ന് രേണുമ്മ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട്? ഇല്ലല്ലോ. അതിനകത്തൊന്നും പ്രസക്തി ഇല്ല ചേച്ചി. അല്ല, അത് മാത്രമല്ല പുള്ളി സാറ്റിസ്ഫൈഡ്, വീടിന്റെ വൃത്തിയെ കുറിച്ച് പുള്ളി സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയാൻ. ആ വീടിന്റെ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കിടന്നത്? അല്ലല്ലോ, ഞങ്ങൾ ആരും ഇല്ലാതെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇത് കണ്ട് ഇങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ മറിഞ്ഞു കിടന്നതിന് വേറൊരു വീഡിയോ. അത് ആരെ എടുത്തത് എനിക്കൊന്നും അറിയത്തില്ല. അവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു. ഞായറാഴ്ച എങ്ങാണ്ട് വന്ന് എടുത്താണ്. ഈ ബെഡ്റൂമൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ആളുള്ളപ്പോൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ആരെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. വൃത്തി എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അമ്മ മാത്രം. അമ്മയ്ക്ക് ഒന്നാമത് വയ്യാത്താണ്. പിള്ളേരും ചേച്ചിയുടെ മക്കളെ എവിടെ ആക്കിയിട്ടാണ് പോയത് അന്നത്തെ ദിവസം. അപ്പം കിച്ചു വന്ന് വീഡിയോ എടുത്തപ്പോൾ അമ്മയ്ക്ക് അത് വൃത്തിയാക്കാൻ പറ്റിയില്ലായിരിക്കും. അത് വൃത്തിയാക്കാൻ തന്നെ തുണിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു കിടക്കുന്നത്. മഴക്കാലം ആകുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തുണിയെടുത്ത് അങ്ങോട്ടിടും. എന്നിട്ട് പിള്ളേരുടെ കാര്യം നോക്കും. ഇതൊക്കെ തന്നെയാണ്. ഞാനവിടെ ഇല്ലായിരുന്നു. ഞാനിവിടെ ഉണ്ടെങ്കിൽ 24 മണിക്കൂർ അതെല്ലാം അടുക്കി പെറുക്കി നിൽക്കുന്നതാണ് എൻ്റെ ജോലിയായിട്ട്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. എങ്കിൽ പോലും വൃത്തി ഇതൊക്കെ അവനവൻ്റെ ഇതാണ്, പരിധിപ്പെട്ടതാണ്. വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ എന്നും അത് വൃത്തിയെ തുടച്ചിടുന്ന വീട് തന്നെയാണ്. പിന്നെ തുണിയുടെ കാര്യം, അതിനെന്താ വൃത്തിക്കുറവ്? തുണി നമ്മൾ മഴയത്ത് എടുത്തിട്ട് അങ്ങോട്ടിടുന്നു, അത്രേ ഉള്ളൂ. കട്ടിലോട്ടിടുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മടക്കി വെക്കുമല്ലോ. കട്ടിൽ കിടക്കാനുള്ളതല്ലേ, തുണിയിടാനുള്ളതല്ലല്ലോ. മഴക്കാലം വരുമ്പോൾ അങ്ങനെയാണല്ലോ വീടിന്. അത് വൃത്തിയായിട്ടൊരു ബന്ധവും എനിക്ക് തോന്നുന്നില്ല. സർക്കാർ കൊടുക്കുന്ന വീടിന് പോലും ഇങ്ങനെ ചോദിക്കാറില്ല. അതായത് വൃത്തിയില്ല, വീട് തിരിച്ചെടുക്കാം, അങ്ങനെയൊക്കെയുള്ള ദാനം കിട്ടിയ അങ്ങനെയാണ്. ഇതൊക്കെ കേൾക്കേണ്ട വരും. ഇതെല്ലാം ഇതിനപ്പുറവും കേൾക്കും. അതൊന്നും ഇല്ലങ്ങത്തില്ല. എന്തായാലും താങ്ക് യു സോ മച്ച് KHDC. അവർ നമുക്ക് ആ ഒരു വീടിൻ്റെ എല്ലാം പരിഹാരം ഒരുക്കി തരാമെന്ന് പറഞ്ഞെന്ന് തോന്നുന്നല്ലേ? അതാണല്ലേ വീഡിയോ വന്നത്. അതുപോലെ പരിഹാരം ഒരുക്കി തന്നതിന് ഒത്തിരി താങ്ക്സ്. ഇങ്ങനൊരു വീഡിയോ കിട്ടിയപ്പോൾ ഒരു പേഴ്സണൽ സ്പേസ് നഷ്ടമായി എന്ന് തോന്നുന്നു. അതായത് ഒരു സ്വകാര്യത നഷ്ടമായി എന്ന് തോന്നുന്നു. വാടക വീട്ടിലാണേലും അങ്ങനെ തന്നെയാണല്ലോ, സ്വകാര്യത നഷ്ടപ്പെട്ട് തന്നെയാണ്. അങ്ങനെയൊന്നും എനിക്കങ്ങനെ ഫീലൊന്നും ചെയ്യുന്നില്ല. അങ്ങനൊന്നും ഫീൽ ചെയ്യുന്നില്ല. വേറൊന്നുമില്ല. ഞാനിപ്പോൾ അധികം വീട്ടിൽ നിൽക്കാറില്ല. അതാണ് ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളും ഓട്ടമാണ്. പ്രോജക്റ്റ് സിനിമ 2 വരുന്നുണ്ട്. പ്ലാനും ഫാമിലി സർക്കസും അടുത്ത മാസം ആണെന്ന് ഷൂട്ട്. പിന്നെ വേറെ 2-3 സിനിമ ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ സമയമില്ലാത്തതിന് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അവരെ ഫോണിൽ കൂടെ സംസാരിച്ച് പെട്ടെന്ന് വെച്ചു. അങ്ങനെ പിന്നെ ആൽബം ഇറങ്ങാനുണ്ട്. ഈ പുഷ്പൻ്റെ കല്യാണം ഇറങ്ങാനുണ്ട്. വെബ് സീരീസ് ആണ്. അതുപോലെ പിന്നെന്താ ഇറങ്ങാനുള്ള ഷോർട്ട് ഫിലിം ഇറങ്ങാനുണ്ട്. വേറെന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങിയായിരുന്നു. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ 35 ലക്ഷം കണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ആഘോഷം അവർ ഖത്തറിലാണ്. അതിൻ്റെ ഡയറക്ടറൊക്കെ ഞാനുണ്ടായിരുന്നു, അലിൻ ജോസ് ഉണ്ട്, ആറാട്ടണ്ണനുണ്ട്, പ്രതീഷുണ്ട്. എല്ലാവരും വേറെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ട്രോളന്മാർക്ക് എന്തായാലും ഉത്സവമായിരുന്നു. എൻ്റെ ക്യാരക്ടർ വെച്ച് നല്ല ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ട്രോള് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതൊക്കെ കാണാറുണ്ട്, ആസ്വദിക്കാറുണ്ട്, ചിരിക്കാറുണ്ട്. സന്തോഷം. ഈ ചില ട്രോളുകൾ, ഈ വേഷം കിട്ടിയിട്ടുള്ള ചില ട്രോളുകൾ അതിലിവിടുന്നുണ്ടെന്ന്. ട്രോളുകൾ അതിലിവിടുന്നൊന്നുമില്ല. ഹാപ്പി. എല്ലാ ദിവസവും വർക്കുണ്ടല്ലോ. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും വർക്കുണ്ടല്ലോ. ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം മാറി. ഫിനാൻഷ്യൽ പ്രശ്നം ഞാനതൊന്നും സേവ് ചെയ്യാനൊന്നും എനിക്ക് ഉള്ളതൊന്നും ആവുന്നില്ല. എനിക്ക് കിട്ടുന്നതെല്ലാം ചിലവ്, വീടിന്റെ ചിലവ്. നമുക്ക് പോയും വരെയൊക്കെ ചിലവാണല്ലോ. അത് അതിന് ഇപ്പം ഞാൻ നേരത്തെ പറയുന്ന ആ ഒരു തുകയൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും ആ ഒരു ഇതിലാണ് പോകുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, ഈ പാവ രേണു കിടന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവരെ ആരും ജോലിക്കൊന്നും പോകാതെ വെറുതെ വീട്ടിൽ കിടന്നിട്ട് രേണുവിന്റെ കഷ്ടപ്പാടിൽ കഴിച്ചു. അങ്ങനെ പപ്പായ്ക്കും അമ്മയ്ക്കും 62 വയസ്സുണ്ടാവും. 62 വയസ്സ് അറിയാമല്ലോ. ഇല്ലാത്ത അസുഖമൊന്നുമില്ല. പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ആൾക്ക് ഹാർട്ടിന് അസുഖമുള്ള മറ്റേ ടെൻഡ് ഇട്ടേക്കുവാണ്. അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ അതിട്ടേക്കുവാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാണ് വരുന്നത്. അപ്പോൾ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കണം, വേറെ നോക്കണം. അമ്മയ്ക്കും വയ്യാത്തതാണ്. പിന്നെ ഞാൻ പോകണ്ട ജോലിക്ക്. പിന്നെ ചേച്ചിക്ക് കഴിയാവുന്ന പോലെ ചേച്ചിയും ചേട്ടനും എന്തെങ്കിലുമൊക്കെ കൊണ്ടു തരുന്നുണ്ട്. അങ്ങനെ പോകുന്നു.
ഒരു കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ കൂടി, വാടകയ്ക്ക് മാറുന്നു എന്ന് പറഞ്ഞത് ഇനിയിപ്പം മാറാൻ സാധ്യതയില്ലല്ലോ. ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ആ കിച്ചു പപ്പായ അമ്മയെ വിളിച്ചായിരുന്നു. എന്തുവാ ഇങ്ങനൊന്നും പറയല്ലേ പോലെന്ന് പറഞ്ഞു. അപ്പം അമ്മ ഇല്ലടാ അമ്മ, നമ്മുടെ വീട് അമ്മ ഋതപ്പൻ്റെയും എൻ്റെയും വീടല്ലേ, നിങ്ങൾ എവിടെ പോവാ, നിങ്ങൾ അവിടെ നിൽക്കൂ എന്ന് എന്നോടല്ല സംസാരിച്ചത്, പപ്പായോടും അമ്മയോടും അവൻ സംസാരിച്ചെന്ന് ഞാൻ അറിഞ്ഞു. എന്നോട് ഞങ്ങൾ രണ്ടും അതിനെപ്പറ്റിയോ ഈ ഒരു ഇത്രയും പ്രശ്നം നടക്കുന്നില്ല പുറമെ ഇല്ല, ഞാൻ അറിയുന്നതാണ്, ഞാനിതൊന്നും കാണാറില്ല. ഞാനും കിച്ചു ഇന്ന് നിമിഷം വരെ അതിനെപ്പറ്റി ഞങ്ങളിട്ട് സംസാരിച്ചിട്ടുമില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം എന്നും പതിവ് പോലെ എന്നെ വിളിക്കും, എവിടെ അമ്മ, എന്തുകൊണ്ട്, സുഖമാണ്, അവനോട് സംസാരിക്കും, ഫോൺ. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ലേണുവിൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് റൂമേഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പം റീസെൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ലേണുവിൻ്റെ രണ്ടാം ഭാര്യയാണെന്ന് പറഞ്ഞ്, സോറി സുധീയുടെ രണ്ടാം ഭാര്യയാണെന്നുള്ളത്, സുധീറിൻ്റെ രണ്ടാം ഭാര്യ. ഞാൻ അതിനെപ്പറ്റി പറയാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം പറയാനുള്ളതെല്ലാം പറഞ്ഞു. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്തിനാ പറയാം. അല്ല, അതിനെക്കുറിച്ച് സ്കിപ്പ് ചെയ്തു. ഞാൻ അത് മാത്രം പ്രതിപാദിക്കുന്നില്ല. എനിക്ക് ആ പേര് പോലും പ്രതിപാദിക്കുന്ന കാര്യമില്ല, സംസാരിക്കേണ്ട കാര്യമില്ല. ദാറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. സ്കിപ്പ് ചെയ്തിരിക്കുന്നു ആ ഒരു സബ്ജക്ട്. താല്പര്യമില്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ജീവനോടുള്ളപ്പോഴത്തേന് ആ വരുന്നിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും അർത്ഥമുണ്ട്. ഏട്ടനില്ലല്ലോ, ഏട്ടൻ മരിച്ചു പോയില്ലേ. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ച ആളായിരുന്നെങ്കിൽ വന്നാൽ എനിക്ക് എന്തെങ്കിലും പറയാമായിരുന്നു. നിങ്ങൾ നേരത്തെ ഇപ്പൊ ഞാനല്ലോ കല്യാണം കഴിച്ചത്, സൂചേട്ടനല്ലേ കല്യാണം കഴിച്ചത്, അങ്ങനല്ല അവർ പറയുന്നത്. അപ്പം സൂചേട്ടൻ മരിച്ചു പോയില്ലേ. അപ്പൊ എന്നെ പറ്റി എന്നെക്കാളും കൂടുതൽ അറിയാൻ സൂചേട്ടനാണ്. സൂചേട്ടനോട് ചോദിക്കാൻ പറ്റത്തില്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് അത് എടുത്തിട്ട്. എനിക്ക് സ്കിപ്പ് ചെയ്യാനും താല്പര്യം. അപ്പൊ അതിനെ കുറിച്ച് കൊടുക്കട്ടെ, ഞാനൊന്നും കാണുന്നില്ലോ. ഇത് കാണാനുള്ള ആള് ഞാനാണല്ലോ. എനിക്ക് കാണാൻ സാധിക്കുന്നില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ കാണുന്നില്ല, കാണാനൊട്ട് താല്പര്യമില്ല, ഇഷ്ടവുമില്ല കാണുന്നത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കി എനിക്കൊന്നും ഒരുപാട് ഓട്ടവും തിരക്കും ടെൻഷനുമായിട്ട് നടക്കുമ്പോഴാണോ ഇതൊക്കെ ഇരുന്ന് കാണുന്നത്. ഞാൻ കാണത്തില്ല. ഇപ്പൊ എന്റെ കണ്ണിന്റെ മുന്നിൽ കൊണ്ട് ആ ഇന്റർവ്യൂ കാണിച്ചാലും ഞാൻ കാണത്തില്ല. എന്നോട് എന്റെ ഫ്രണ്ട്സൊക്കെ പറയും ഇന്ന പോലെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവേ ഉള്ളൂ. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ഒരു ഇന്റർവ്യൂ കാണുമെന്ന് ആരും കരുതണ്ട, കാണത്തുമില്ല. താങ്ക് യു.